ഇത് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ തോരൻ റെഡിയാക്കി എടുത്താലോ? നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു വട്ടം ഇത് കഴിച്ചു നോക്കിയാൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിൽ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കി, ഇതിൽ ഒരു ഡ്രോപ്പ് പോലും വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് തീ കുറച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്കിവിടെ ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പില ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കരിയാപ്പില മിസ് ചെയ്യരുത്, അത് എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു ടേസ്റ്റും അതൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് മിസ് ചെയ്യാതിരിക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കുമാണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് അതൊന്ന് ക്രിസ്പി ആയി വരണം. എന്ന് വെച്ചാൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നിടം വരെ, ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ 2 ചില്ലിയും കൂടെ നമുക്ക് ഗ്രീൻ ചില്ലിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്തിന് ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി ഇതൊന്ന് ചിക്കൻ ബോണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇവിടെ ജിഞ്ചർ ഗാർലിക് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് 2 മീഡിയം ടൈപ്പ് സവാളയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലതുപോലെ കളറൊക്കെ ചേഞ്ചായി പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കളറൊക്കെ മാറി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു തക്കാളിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉടഞ്ഞ് വരണം. ഒന്ന് വെന്ത് ഉടയുന്നതാണ് ഇതിൻ്റെ പരുവം. ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ക്രഷ് ചെയ്ത് ചില്ലി 1 ടീസ്പൂൺ. അത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, അത് ചെറിയ പീസുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കറി ലിപ്സ് കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ആ ചിക്കനൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പീസ് ചെയ്തേക്കുന്ന ചിക്കനൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്ത് നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചിക്കൻ വേവിച്ചപ്പം വന്ന വെള്ളമില്ലേ, അതിൻ്റെ ആ സോക്ക് അതുകൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം അതിൻ്റെ ആ ഗ്രേവിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ആ ഗ്രേവി തന്നെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് കുക്കായി വരണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ വീഡിയോയുടെ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് എന്ന ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കറി ലിപ്സ് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇത് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള
ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.